കർണാടക സംഗീത പഠനത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 60ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ ചെയ്ത വീഡിയോ എല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിലേക്ക് യൂട്യൂബ് കയറി കഴിഞ്ഞാൽ കാണാൻ കഴിയും. സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് വീഡിയോ കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ ജതിസ്വരങ്ങൾ കഴിഞ്ഞ് നമ്മൾ സ്വരജതി തുടങ്ങി. ആനന്ദഭൈരവി രാഗത്തിലുള്ളൊരു സ്വരജതിയാണ് നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളത്. സ്വരജതി കഴിഞ്ഞാൽ അടുത്തത് വർണ്ണത്തിലേക്കാണ്. നമ്മൾ വർണ്ണങ്ങൾ ആണ് പഠിക്കുക. അങ്ങനെയാണ് ആ പാഠത്തിൻ്റെ ഒരു മേൽപോട്ടുള്ള പോക്ക്. അപ്പോൾ ഈ സ്വരജതിയിൽ എന്താ വെച്ചാൽ രാഗത്തിൻ്റെ കുറച്ചും കൂടി ഭാവങ്ങൾ അതിൽ കാണാൻ കഴിയും. ഗീതത്തിനൊക്കെ കുറച്ച് ആ രാഗത്തിൻ്റെ കുറച്ച് ഭാവം ഉണ്ടാവുള്ളൂ. ഇതിൽ കുറച്ചും കൂടി വലുതാണ്. പല്ലവി, അനുപല്ലവി, ചരണങ്ങൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി രാഗത്തിൻ്റെ ഭാവം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആനന്ദഭൈരവി രാഗത്തിൻ്റെ ഒന്ന് ആരോഹണം അവരോഹണം ഒന്നുകൂടി ചെല്ലാം. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാടിയത് വീണ്ടും ഒന്നുകൂടി പാടാം. എന്നിട്ട് അതിൻ്റെ സാഹിത്യം പഠിക്കണം. സഗരി ഗമ പദവസം സാനിധ പമഗരി സഗരി ഗമ പദവസം സാനിധ പമഗരി. ഇത് 22ാമത് മേളകർത്താരാഗമായ ഖരഹരപ്രിയ എന്ന് ജനിക്കുന്ന ഒരു ജന്യരാഗമാണ്. ഇതിന് 3 സ്വരങ്ങൾ അന്യസ്വരമായിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. അന്തരഗാന്ധാരം, ശുദ്ധദൈവതം, കാകലി, നിഷാദം. ഈ 3 സ്വരങ്ങൾ അന്യസ്വരമായിട്ട് വരുന്നുണ്ട്. ശരിക്കും വരുന്ന സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധ മധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കൈശികി, നിഷാദം. വക്ര സമ്പൂർണ്ണ രാഗമാണ്. വക്രസമ്പൂർണ്ണ രാഗം എന്ന് പറയുന്നത് അവിടെ വക്രം. അവരോഹണത്തിൽ എല്ലാ സ്വരങ്ങളും അതാണ് വക്ര സമ്പൂർണ്ണം. അപ്പോൾ ഓരോ രാഗത്തിലും നമ്മൾ ആ ദൈവത, ഇപ്പോൾ ചതുശ്രുതി ദൈവത ആണെച്ചാലും ഇപ്പൊ ഈ ആനന്ദഭൈരവിയിൽ പാടുമ്പോൾ പാധാവ ഇപ്പൊ ശങ്കരാഭരണത്തിലൊക്കെയാണെന്ന് വെച്ചാൽ പാധാനീസം സനിധമഗരീസം. അതുപോലെ പിന്നെ ഭേകട സഗരി ഗമ പദവസം. അതിലൊക്കെ പദവസം പദവസം സനിധമഗരീസം പമഗ ഗമ ഗമപദഗ സനി. ഇവിടെയൊക്കെ ആ അന്യസ്വരങ്ങളുടെ പ്രയോഗം വരുന്നുണ്ട്. ഭാഷാംഗ രാഗം, വക്ര സമ്പൂർണ്ണ രാഗം. അപ്പൊ നമുക്ക് പല്ലവി സ്വരം ഒന്നുകൂടി പാടി നോക്കാം. നമ്മൾ ഇത് പിന്നെ രണ്ട് കള ചൗക്കെന്നാണ് പറയുക. എല്ലാം നമ്മൾ ഈരണ്ടായിട്ട് പിടിക്കുകയാണ്. ആദ്യ താളം തന്നെ എല്ലാം 2-2ആയിട്ട് പിടിക്കണം. പെരല് 2, അടികൾ 2. ഇങ്ങനെ പിടിക്കണം. അപ്പൊ ഈ അടുത്ത പാഠം വരുന്നത് വർണ്ണങ്ങളാണ്. അപ്പോൾ വർണ്ണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ 2 കളയായിട്ടാണ് പിടിക്കുക. അപ്പോൾ അതിലേക്ക് നമുക്കൊരു പ്രാക്ടീസ് ആവാൻ കൂടി ആണ് നമ്മൾ ഈ സ്വരജതി പഠിക്കുന്നത്. അതുപോലെ രാഗത്തിൻ്റെ കുറച്ചുകൂടി ഭാവങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുമാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ പല്ലവി ഒന്ന് പാടി നോക്കാം. പമഗമ പമ പമഗരിഗ മഗരി സനി സാ സാ സരി
സഗരി ഗമ പധ മ പ മ ഗരി ഗമ. ഇതാണ് അതിൻ്റെ പല്ലവി. ഒന്നുകൂടി ചെല്ലാം. പ പ മ ഗ മ പ മ പ മ ഗരി ഗ മ ഗരി സ നി സ സ സ രി നി സ ഗരി ഗ മ പ ധ മ പ മ ഗരി ഗ മ. ഓരോന്നും എവിടേക്കാണ് വരണ സ്വരങ്ങളെന്ന് ശ്രദ്ധിക്കണം. ആദ്യത്തെ പ പ മ ഗ മ പ മ പ മ ഗരി ഗ മ ഗരി സ നി സ സ സ രി നി സ ഗരി ഗ മ പ ധ മ പ മ ഗരി ഗ മ. ഇതാണ് പല്ലവി. ഇനി നമ്മൾ ഇതിൻ്റെ സാഹിത്യം ഉണ്ട്. അത് എല്ലാ സ്വരങ്ങൾക്കും സാഹിത്യം ഉണ്ടാവില്ല, ചില ഭാഗത്ത് ആകാരങ്ങൾ മാത്രമാവും. അപ്പം ഇതിൽ ആദ്യത്തേതിൽ പ പ മ ഗ മ പ മ, അതിൻ്റെ വരുന്നത് റ ബേ മോ. അപ്പം അതിന് കണ്ടോ എല്ലായിടത്തും ഇല്ല. റ വേ പ മ ഗ മ വേ മോ. അപ്പം എല്ലായിടത്തും സാഹിത്യം ഉണ്ടാവില്ല. അപ്പം നമ്മളത് ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം പഠിക്കാൻ. സ്വരം പാടുന്നു അതേപോലെ സാഹിത്യം പാടും വേണം. ഇങ്ങോട്ട് നോക്കിക്കോളൂ. റ വേ മോ മ ഗു പ മ ഗരി എന്നുള്ളടത്ത് മ ഗു വ ബി ന വു ത ക. അപ്പം എന്താ അവിടെ സ്വരം വരിക? ഗ മ ഗരി സ നി. അപ്പം അതേപോലെ സ്വരത്തിൻ്റെ എങ്ങനെ വരുന്നോ സ്വരം, അതേപോലെ അതിൻ്റെ സാഹിത്യം നമ്മൾ പഠിക്കണം. സ്വരം നല്ലതുപോലെ പാടി ഉറച്ചു കഴിഞ്ഞാലാണ് നമുക്ക് സാഹിത്യം പാടാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഒന്നുകൂടി പാടാം. ഒരു താളവട്ടം നോക്കിക്കോളും. റ വേ മോ മ ഗു വി ന വു ത ക. അവിടെ ഒരു താളം കഴിയും. പിന്നെ അടുത്തത് തുടങ്ങുന്നത് എന്താണ്? അതിൻ്റെ സാഹിത്യം കരുണനേടുവക കുലുഗദോടു തോന്നി. അപ്പോൾ കരുണ നേടുവക കുലുഗദോടു തോന്നി. എൻ്റെ സ്വരം സഗരി
ഗ മ പദ മ പ മ ഗ രി ഗ മ കരുണ നേടുവക കുലുകതോടു തോന്നി. ഇപ്പൊ 2 താളവട്ടം അതിന്റെ സാഹിത്യമായി. അപ്പൊ ആ സാഹിത്യം ഒന്ന് നമുക്ക് 2 താളവട്ടം ചേർത്തിട്ടൊന്ന് പാടാം. റാം വേ മോ മഗു വാ വീണവൂതക കരുണ നേടുവക കുലുകതോടു പൊന്നി. അപ്പൊ സ്വരവും സാഹിത്യമായിട്ട് ഒന്നുകൂടി പാടാം. പാം പമഗ മ പമ പമഗരി ഗ മഗരി സനി സരി സഗരി ഗ മ പദ മ പ മ ഗ രി ഗ മ റാ വേ മോ മഗു വാ വീണവൂതക കരുണ നേടുവക കുലുകതോടു തോന്നി. ഇതാണ് അതിൻ്റെ സാഹിത്യം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും പാടാം. എല്ലാവരും പാഠം ശ്രദ്ധിച്ച് കേൾക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ പിന്നെ കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ എല്ലാവർക്കും അത് എഴുതിയെടുക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.